Hi everyone, it's me Rafika CT. Welcome to my channel Learn to Study. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് വേരിയബിൾ എന്നും വേരിയബിളിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് വേരിയബിൾ? എ വേരിയബിൾ ഈസ് എനിത്തിങ് ദാറ്റ് ക്യാൻ ചേഞ്ച് ഇൻ ഇറ്റ്സ് ക്വാണ്ടം ഓർ വാല്യൂ. അപ്പോൾ വേരിയബിൾ എന്നുള്ള വേർഡിൻ്റെ മീനിങ് തന്നെ വേരി ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വേരി മീൻസ് ചേഞ്ച്. അപ്പോൾ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ വേരി ചെയ്യുക, അതായത് ഏതൊരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഏതൊരു ക്യാരക്ടറാണോ അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂവിൽ മാറ്റം വരുത്താൻ കഴിയുന്നത്, അതിനെയാണ് നമുക്ക് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മാർക്ക് ഒരു വേരിയബിളാണ്. കാരണം ഇപ്പോൾ നമ്മളൊരു ടെസ്റ്റ് എഴുതി, ഇപ്പോൾ ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൻ്റെ ഒരു ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്തു, അതിൽ നമുക്ക് ലഭിച്ചത് 10 മാർക്കാണ്. ഈ സെയിം ടോപ്പിക്ക്, ഇപ്പോൾ വേരിയബിളിനെ കുറിച്ച് നമ്മളൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു, അതിൽ നമുക്ക് 10 മാർക്കാണ് കിട്ടിയത്. വീണ്ടും നമ്മളൊരു ടെസ്റ്റ് നടത്തുകയാണ്, ബിസിനസ് റിസർച്ച് മെത്തേഡിൽ വേരിയബിൾ എന്നുള്ള ടോപ്പിക്കിൽ തന്നെ വീണ്ടും നമ്മളൊരു ടെസ്റ്റ് നടത്തുകയാണ്. അതിൽ നമുക്ക് മേ ബി എന്താവാം, ഒരു 15 മാർക്സ് കിട്ടാം. ഓക്കെ, അപ്പോൾ ഈ മാർക്സ് അത് ഒരു വേരിയബിളാണ്. വേറെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രിക്കറ്റ് സ്കോറ്, അതേപോലെ തന്നെ നമ്മളുടെ ഹൈറ്റ്, വെയ്റ്റ്, ഇതിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും, വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതിനൊക്കെ നമുക്ക് വേരിയബിൾ എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിളാണ്. അതായത് നമുക്ക് ക്വാണ്ടിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസ്, ക്വാണ്ടിറ്റി ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന വേരിയബിൾസ് ആണ് ഇപ്പോൾ ഈ മാർക്ക്, ഹൈറ്റ്, വെയ്റ്റ്, ക്രിക്കറ്റ് സ്കോറ്, ഇതെല്ലാം പറയുന്നത്. അപ്പോൾ അതിനെ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ എന്ന് പറയും. അതേപോലെ തന്നെ മറ്റ് ചില ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ലൈക്ക് ഫാക്ടേഴ്സ് ഉണ്ട്, ലൈക്ക് ഇൻ്റലിജൻസ്, സാറ്റിസ്ഫാക്ഷൻ ലെവല്. അപ്പോൾ ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, വേരിയബിൾസിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വേരിയബിൾ ഈസ് എനിത്തിങ് ദാറ്റ് ക്യാൻ ചേഞ്ച് ഇൻ ഇറ്റ്സ് വാല്യൂ ഓർ ക്വാണ്ടം. ഓക്കെ, ഫോർ എക്സാമ്പിൾ മാർക്സ്, ദെൻ ക്രിക്കറ്റ് സ്കോറ്, ഇൻ്റലിജൻസ്, സാറ്റിസ്ഫാക്ഷൻ ലെവൽ, എക്സെട്ര. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് കോമൺ ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾ. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾ എന്താണെന്ന് നോക്കാം, അതിൻ്റെ കോമൺ ആയിട്ടുള്ള ഡിഫറൻസസ് നോക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾ, ദാറ്റ് ഈസ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് യൂസ്ഡ് ഇൻ ബിസിനസ് റിസർച്ച്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ബിസിനസ് റിസർച്ച് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 കാറ്റഗറീസ്. അപ്പോൾ 4 കാറ്റഗറി ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ 4 ടൈപ്പ് ഓഫ് വേരിയബിൾസ് ആണ് നമ്മൾ ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൽ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്, സെക്കൻഡ് വൺ ഈസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, തേർഡ് വൺ ഇൻ്റർവെനിങ് വേരിയബിൾ, നെക്സ്റ്റ് ഈസ് മോഡറേറ്റിംഗ് വേരിയബിൾ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എക്സ്ട്രോണസ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. Dependent variable means if one variable depends on another variable, it is termed as dependent variable. അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിള് മറ്റൊരു വേരിയബിളിനെ ആശ്രയിച്ചിരിക്കുന്നു എങ്കിൽ അതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതായത് ഒരു വേരിയബിള് മറ്റൊരു വേരിയബിളിനെ ആശ്രയിച്ചിട്ടുണ്ട്, ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് സ്വന്തമായിട്ട് നിൽക്കാനുള്ള പ്രാപ്തിയില്ല. അത് മറ്റൊരു വേരിയബിളിനെ, വേറൊരു ആട്രിബ്യൂട്ടിനെ എപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ വേരിയബിൾ എന്ത് ചെയ്യുന്നത്, നിലനിൽക്കുന്നത്. സോ അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇപ്പോൾ ഈ വേരിയബിൾ ആശ്രയിച്ചിരിക്കുന്ന ഒരു വേരിയബിൾ ഉണ്ടല്ലോ, വേറൊരു വേരിയബിളിനെയാണ് ആശ്രയിച്ചിരിക്കണമെന്ന് പറഞ്ഞു, അതിനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഏതൊരു വേരിയബിളിനെയാണോ ആശ്രയിച്ചിട്ടുള്ളത് ആ വേരിയബിളിനെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സെയിൽസ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ, നമുക്ക് പറയാൻ പറ്റിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് എക്സാമ്പിളാണ് സെയിൽസ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ ഏതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഏതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഏതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ ഏതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ? സെയിൽസ് ആണോ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻ്റ് ആണോ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ? ഏതായിരിക്കും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ? ഓക്കെ, സെയിൽസ് ആണ് എന്തെന്ന് പറയുന്നത്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. കാരണം എന്താ, സെയിൽസ് ഈസ് ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റിൻ്റെ എഫക്റ്റീവ്നെസ്സിനനുസരിച്ചിട്ട് എത്രത്തോളം എഫക്റ്റായിട്ട് അല്ലെങ്കിൽ എത്രത്തോളം നല്ല അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കൊടുക്കണോ അതിനനുസരിച്ചിട്ട് എന്തിൽ വേരിയേഷൻ വരും, സെയിൽസിൽ വേരിയേഷൻ വരും. ദാറ്റ് ഈസ് സെയിൽസ് മേ ഇൻക്രീസ് ഓർ ഡിക്രീസ്. സെയിൽസ് ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാൻ സഹായിക്കും, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക്
സെയിൽസിന് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടും അഡ്വർടൈസ്മെൻറ്റ് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വേരിയബിളാണോ മറ്റൊരു വേരിയബിളിനെ ആശ്രയിച്ചിട്ടുള്ളത്, അതായത് അതിന് സ്വതന്ത്രമായിട്ട് നിലനിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, വേറൊരു വേരിയബിളിനെ എപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കും, അത്തരം വേരിയബിൾസിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു എന്താണ്? സെയിൽസും അതേപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റും. ഓക്കെ, അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്, സെയിൽസ് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. ഓക്കെ, ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ദെൻ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആൻഡ് സ്പെൻഡിങ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഇൻകം ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അതായത് നമുക്ക് ഹൈ ഇൻകം കിട്ടുമ്പോൾ നമ്മളുടെ എക്സ്പെൻഡിച്ചറും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും എക്സ്പെൻഡിച്ചർ നിൽക്കുന്നത്. അപ്പോൾ ഇൻകം ഇൻഡിപെൻഡൻ്റ് ആണ്, എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. ഇനി എഡ്യൂക്കേഷനും സ്പെൻഡിങ്ങും, നമുക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഹൈ ലെവൽ എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഹൈ സാലറിയുടെ ഇൻകം കിട്ടും, അപ്പോഴും നമ്മളുടെ സ്പെൻഡിങ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും സ്പെൻഡിങ് എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ദറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എക്സ്പ്ലനേറ്ററി വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ നമ്മൾ എക്സ്പ്ലനേറ്ററി വേരിയബിൾ എന്നും കൂടെ പറയുന്നുണ്ട്, കാരണം ഇത് നമുക്ക് എക്സ്പ്ലനേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഒരു റിസർച്ചറിന് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിന് ഒരു സ്വതന്ത്രമായിട്ട് നിലനിൽക്കാനുള്ള ഒരു ശേഷി ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനുണ്ട്. ഈസ് എ വേരിയബിൾ വിച്ച് ഇൻഫ്ലുവൻസസ് ഓർ എക്സ്പ്ലെയിൻസ് ദി വേരിയേഷൻ ഇൻ ദി അതർ വേരിയബിൾസ് വിച്ച് ആർ കൺസിഡേർഡ് ഫോർ സ്റ്റഡി. അപ്പോൾ നമ്മൾ സ്റ്റഡിക്ക് കൺസിഡർ ചെയ്യുന്ന മറ്റ് വേരിയബിളിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ വേരിയേഷൻസ്, മറ്റ് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആവാം, ഇൻ്റർവെന്യൂ വേരിയബിൾ ആയാലും ഏതെങ്കിലും വേരിയബിൾസ് ആവാം. അപ്പോൾ അതിൻ്റെ വേരിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിൽ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ മാറ്റം വരുന്നത് എന്ന് അതിൻ്റെ ഇൻഫ്ലുവൻസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദി വാല്യൂ ഓഫ് ദിസ് വേരിയബിൾ ക്യാൻ ബി ഡിസൈഡഡ് ഓർ കൺട്രോൾഡ് ബൈ ദി റിസർച്ചർ. അപ്പോൾ റിസർച്ചറിന് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും, അതേപോലെ തന്നെ അത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെ കൺട്രോൾഡ് വേരിയബിൾ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇൻഫ്ലുവൻസസ് ദി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻ എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് വേ. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റഡിയിൽ സ്വതന്ത്രമായിട്ട് നിലനിൽക്കാൻ കഴിയുന്ന വേരിയബിൾസിനെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് മറ്റൊരു വേരിയബിളിനെയോ ആശ്രയിക്കാതെ അതിൻ്റെ സ്വതന്ത്രമായിട്ട് നിലനിൽക്കാൻ കഴിയുന്ന വേരിയബിളാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. നമ്മൾ സെയിൽസ് അഡ്വർടൈസ്മെൻറ്റ് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടാണ് പറഞ്ഞത്. അഡ്വർടൈസ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് വരിക? സെയിൽസ് വരിക. അപ്പോൾ അതൊരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അതേപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഇൻകം ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും എക്സ്പെൻഡിച്ചർ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട് സെയിൽസ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്. ഹിയർ സെയിൽസ് ആർ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ദെൻ നെക്സ്റ്റ് ഈസ് ഇൻ്റർവെനിങ് വേരിയബിൾ. അപ്പോൾ എന്താണ് ഇൻ്റർവെനിങ് വേരിയബിൾ? An intervening variable is one which theoretically affects the observation or results but cannot be seen, measured or manipulated. ഒരു ഒബ്സർവേഷനെ അഫക്റ്റ് ചെയ്യുന്ന വേരിയബിളിനെയാണ്, അതായത് ഒരു ഒബ്സർവേഷനിൽ ചേഞ്ചസ് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്ന വേരിയബിൾസിന് അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള വേരിയബിൾസിനെയാണ് ഇൻ്റർവെനിങ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് ഒരു ഒബ്സർവേഷനിലോ അല്ലെങ്കിൽ ഒരു റിസൾട്ടിലോ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ വേരിയബിളിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വേരിയബിൾസിനെയാണ് അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന വേരിയബിൾസിനെയാണ് ഇൻ്റർവെനിങ് വേരിയബിൾ എന്ന് പറയുന്നത്. വിച്ച് കനോട്ട് ബി സീൻ, അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല, അതേപോലെ തന്നെ അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ദെൻ വിച്ച് കനോട്ട് ബി മാനിപ്പുലേറ്റഡ്, അത് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടും സാധിക്കില്ല. അപ്പോൾ അത്തരം വേരിയബിളിനെയാണ് ഇൻ്റർവെനിങ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും തമ്മിൽ റിലേറ്റ് ചെയ്യിക്കുന്ന വേരിയബിളിനെയാണ് ഇൻ്റർവെനിങ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ആൻഡ്
എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഈ എഡ്യൂക്കേഷനും എഡ്യൂക്കേഷൻ ഒരു വേരിയബിളാണ്, എക്സ്പെൻഡിച്ചർ മറ്റൊരു വേരിയബിളാണ്. ഈ രണ്ട് വേരിയബിളിനെയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന വേരിയബിളിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൻ്റർവെനിങ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് ഇവ തമ്മിലുള്ള റിലേഷൻ, അതായത് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും വേറൊരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും, ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻ നേരിട്ടുള്ളതല്ല എന്നാണ് ഈ വേരിയബിൾ സൂചിപ്പിക്കുന്നത്, അതായത് ഇൻ്റർവെനിങ് വേരിയബിൾ സൂചിപ്പിക്കുന്നത്. മറ്റേ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം എന്തുകൊണ്ടാണ് ആ വേരിയബിൾ തമ്മിലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ റിലേഷൻ ഉണ്ടാവുന്നത് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഏത്, ഇൻ്റർവെനിങ് വേരിയബിൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം ഈസ് ആൻ ഇൻ്റർവെനിങ് വേരിയബിൾ. ഇപ്പോൾ എഡ്യൂക്കേഷൻ, നമുക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഹൈ സാലറീഡ് അല്ലെങ്കിൽ ഹൈ ഇൻകം ജോബൊക്കെ ലഭിക്കും അല്ലേ. അപ്പോൾ നല്ല എഡ്യൂക്കേഷൻ, നമ്മളുടെ എഡ്യൂക്കേഷൻ ലെവൽ എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് ഹൈ സാലറീഡ് ജോബ് ലഭിക്കും, നല്ല ഇൻകം കിട്ടുന്ന ജോലി ലഭിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ നല്ല ഇൻകം ഉണ്ട്, നമുക്ക് നല്ല വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെൻഡിച്ചറും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. നമുക്ക് നല്ല വരുമാനം ഉണ്ടാകുമ്പോൾ അതനുസരിച്ചിട്ട് നമ്മളുടെ ചിലവുകളും കൂടും. അപ്പോൾ ഈ എഡ്യൂക്കേഷനെയും എക്സ്പെൻഡിച്ചറിനെയും റിലേറ്റ് ചെയ്യിക്കുന്ന മറ്റൊരു വേരിയബിളാണ് എന്തെന്ന് പറയുന്നത്, ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകത്തിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു ഇൻ്റർവെനിങ് വേരിയബിളായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇൻ്റർവെനിങ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെയും മറ്റൊരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെയും തമ്മിൽ റിലേറ്റ് ചെയ്യിക്കുന്ന വേരിയബിളിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൻ്റർവെനിങ് വേരിയബിൾ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് സജസ്റ്റ് ദാറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈസ് നോട്ട് എ ഡയറക്റ്റ് വൺ. അപ്പോൾ ഇത് സജസ്റ്റ് ചെയ്യുന്ന എന്താണ്, അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഈസ് നോട്ട് എ ഡയറക്റ്റ് വൺ. അത് നേരിട്ടുള്ളതല്ല, മറ്റൊരു വേരിയബിൾ കാരണമാണ് അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാവുന്നത്. ആ വേരിയബിളിനെയാണ് ഇൻ്റർവെനിങ് വേരിയബിൾ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇൻകം ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞത്. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ടെൽസ് വൈ ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾ. മറ്റു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വേരിയബിൾ തമ്മിലുള്ള ബന്ധം എന്തുകൊണ്ടാണ് അത് വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് രണ്ട് വേരിയബിൾ, ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് എന്ന് കാണിക്കണം, അതിൻ്റെ കോസ് കാണിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വേരിയബിളാണ് ഇൻ്റർവെനിങ് വേരിയബിൾ. ഫോർ എക്സാമ്പിൾ ഇൻകമാണ്. ഇപ്പോൾ ഇൻ റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്പെൻഡിച്ചർ, അതിൽ നമുക്ക് ഇൻ്റർവെനിങ് വേരിയബിളിനെ ഇൻകമായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻകം എന്ന് പറയുന്നത് ഒരു ഇൻ്റർവെനിങ് വേരിയബിളാണ്. ഇനി സെയിൽസും അഡ്വർടൈസ്മെൻറ്റും തമ്മിൽ നമ്മൾ റിലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെയിൽസും അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും. ഓക്കെ, അപ്പോൾ സെയിൽസ് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുമാണ്. ഇവിടെ നമുക്ക് ബ്രാൻഡ് അവെയർനെസ്സിനെ ഒരു ഇൻ്റർവെനിങ് വേരിയബിളായിട്ട് പറയാം. കാരണം എന്താണ്, അഡ്വർടൈസ്മെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കൂടുന്നതിനനുസരിച്ചിട്ട് കസ്റ്റമേഴ്സിൻ്റെ അടുക്ക് ബ്രാൻഡിൻ്റെ അവെയർനെസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ദാറ്റ് വിൽ ലീഡ് ടു ഇൻക്രീസ് സെയിൽസ്. അപ്പോൾ സെയിൽസിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ബ്രാൻഡ് അവെയർനെസ് ഒരു ഇൻ്റർവെനിങ് വേരിയബിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻ്റർവെനിങ് വേരിയബിൾ എന്ന് പറയുന്നത്, അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും റിലേഷൻ ക്ലാരിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കാണിക്കുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ഇൻ്റർവെനിങ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് മോഡറേറ്റിംഗ് വേരിയബിൾ. This type of variable can moderate the relationship between two variables. അപ്പോൾ രണ്ട് വേരിയബിൾസ്, ദാറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മോഡറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വേരിയബിൾസിനെയാണ് മോഡറേറ്റിംഗ് വേരിയബിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മറ്റ് വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധത്തെ മാറ്റുന്ന ഒന്നാണ് മോഡറേറ്റിംഗ് വേരിയബിൾ. മറ്റ് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ടു വേരിയബിൾസ് എന്ന് പറയുമ്പോൾ മേ ബി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആവാം, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആവാം. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻ അത് മാറ്റണം, അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് മോഡറേറ്റ് ചെയ്യുന്ന വേരിയബിളിനെയാണ് മോഡറേറ്റിംഗ് വേരിയബിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ എ മോഡറേറ്റിംഗ് വേരിയബിൾ ഈസ് വൺ
ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അതർ വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ രണ്ട് വേരിയബിൾക്കിടയിലുള്ള റിലേഷൻഷിപ്പിനെ ഓൾട്ടർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ഏത് സഹായിക്കും? മോഡറേറ്റിംഗ് വേരിയബിൾസ് ഹെൽപ്പ് ചെയ്യും. അതായത് വേറെ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും അതേപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും തമ്മിലുള്ള റിയൽ റിലേഷൻ എന്താണ്, അതായത് യഥാർത്ഥ ബന്ധം ഒരു മൂന്നാമതൊരു വേരിയബിളിൻ്റെ സാന്നിധ്യത്തിൽ പരിഷ്കരിക്കുക അല്ലെങ്കിൽ അത് ഓൾട്ടർ ചെയ്യുക അല്ലെങ്കിൽ മോഡറേറ്റ് ചെയ്യുന്നതാണ് മോഡറേറ്റിംഗ് വേരിയബിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. That is, a moderating variable is a variable that affect the strength or direction of the relationship between dependent and independent variable. ഇപ്പോൾ മോഡറേറ്റിംഗ് വേരിയബിൾസിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യൽ മീഡിയ യൂസ് ആൻഡ് ലോൺലിനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന രണ്ട് വേരിയബിളാണ്, ഒന്ന് ഏജും പിന്നൊന്ന് ജെൻഡറും. ഓക്കെ, ഈ ഏജിനെയും ജെൻഡറിനെയും നമുക്ക് മോഡറേറ്റിംഗ് വേരിയബിൾ എന്ന് പറയാം. കാരണം എന്താണ്? ഇപ്പോൾ ഏജ് എന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയ യൂസിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ഫാക്ടറാണ്, ഒരു വേരിയബിളാണ്. കാരണം ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ടീനേജേഴ്സ് ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ അഡോളസൻസ് ആയിരിക്കും ദാൻ ഫോർ ഓൾഡ് ഏജ്. ഇപ്പോൾ നമുക്ക് ഓൾഡായിട്ടുള്ള ആൾക്കാരേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അഡോളസൻ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏജ് എന്ന് പറയുന്നത് ഒരു മോഡറേറ്റിംഗ് വേരിയബിളാണ്. അപ്പോൾ അത് നമ്മൾ സ്റ്റഡി ചെയ്യും. സോഷ്യൽ മീഡിയ യൂസും ലോൺലിനെസ്സിനെയൊക്കെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും വരുന്നത് ഈ ഒരു ടീനേജിൽ വരുന്ന ആൾക്കാരായിരിക്കും. അതായത് ഈ മറ്റ് വേരിയബിൾസിനെ, ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ മാറ്റാൻ കഴിയണ ഒരു ഇൻ്റർവീനിങ് വേരിയബിളിനെയൊക്കെ മാറ്റാൻ കഴിയണ ടൈപ്പ് വേരിയബിളാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മോഡറേറ്റിംഗ് വേരിയബിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വേരിയബിൾ ആണ് എക്സ്ട്രോണസ് വേരിയബിൾ എന്ന് പറയുന്നത്. എക്സ്ട്രോണസ് വേരിയബിൾ, ദീസ് ആർ ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. എക്സ്ട്രോണസ് വേരിയബിൾ എന്താണ്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്, വിച്ച് ആർ നോട്ട് റിലേറ്റഡ് ഫോർ ദി സ്റ്റഡി. അത് നമ്മളുടെ പഠനമായിട്ട് ബന്ധപ്പെട്ടതല്ല. വിച്ച് ആർ നോട്ട് റിലേറ്റഡ് ഫോർ ദി സ്റ്റഡി. നമ്മൾ സ്റ്റഡി ചെയ്യണേ അതുമായിട്ട് ഈ എക്സ്ട്രോണസ് വേരിയബിൾസിന് യാതൊരു ബന്ധവും ഇല്ല, ഒരു റിലേഷനും ഇല്ല. ബട്ട് അറ്റ് ദി സെയിം ടൈം ഇറ്റ് അഫക്ട്സ് ദി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. പക്ഷേ ആ സമയത്ത് തന്നെ അത് എന്തിനെ അഫക്റ്റ് ചെയ്യും? ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യും. അതായത് എക്സ്ട്രോണസ് വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. അത് നമ്മളുടെ സ്റ്റഡി ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത വേരിയബിളാണ് എക്സ്ട്രോണസ് വേരിയബിൾ. പക്ഷേ അതെന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. Then, besides the independent variable, a dependent variable can be influenced by other variables which are not part of the study. ഇപ്പോൾ നമ്മളുടെ സ്റ്റഡീൻ്റെ ഭാഗമല്ലാത്ത മറ്റ് വേരിയബിൾസും ഉണ്ട്. ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലാതെ തന്നെ ഒരുപാട് വേരിയബിൾസ് ഉണ്ട്. ഇപ്പോൾ ഇതിലൊക്കെ പെടാത്ത വേരിയബിൾസും ഉണ്ട്. നമുക്ക് പഠിക്കാൻ ഒരുപാട് വേരിയബിൾസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് ആണ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ എക്സ്ട്രോണസ് വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് പുറമെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റ് വേരിയബിൾസ് ഉണ്ട്. സ്റ്റഡീൻ്റെ ഭാഗം അല്ലാതെ തന്നെ മറ്റ് വേരിയബിൾസ് ഉണ്ട്. ദേ ആർ കോൾഡ് എക്സ്ട്രോണസ് വേരിയബിൾസ്. അതിനെ നമുക്ക് എന്ത് പറയാം? എക്സ്ട്രോണസ് വേരിയബിൾ എന്ന് പറയാം. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ് എക്സ്ട്രോണസ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എക്സ്ട്രോണസ് വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്, വിച്ച് ആർ നോട്ട് റിലേറ്റഡ് ഫോർ ദി സ്റ്റഡി. നമ്മളുടെ സ്റ്റഡി ആയിട്ട് ഒരു റിലേഷനും ഇല്ലാത്ത ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് എക്സ്ട്രോണസ് വേരിയബിൾ. ബട്ട് അറ്റ് ദി സെയിം ടൈം ഇറ്റ് അഫക്ട്സ് ദി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. പക്ഷേ അതേ സമയത്ത് തന്നെ അതെന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ബിസൈഡ്സ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് പുറമെ എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ അതർ വേരിയബിൾസ്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റ് വേരിയബിൾസും ഉണ്ട്, വിച്ച് ആർ നോട്ട് പാർട്ട് ഓഫ് ദി സ്റ്റഡി. അത് നമ്മളുടെ സ്റ്റഡീൻ്റെ ഭാഗമല്ല. അത്തരം വേരിയബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദേ ആർ കോൾഡ് എക്സ്ട്രോണസ് വേരിയബിൾസ്. ദേ ആർ വേരിയബിൾ വർക്കിംഗ് ഫ്രം ഔട്ട്സൈഡ്. അവർ നമ്മളുടെ സ്റ്റഡീൻ്റെ പുറത്തുനിന്ന് ഒരു സ്റ്റഡീനെ ബാധിക്കണേ അല്ലെങ്കിൽ ഒരു സ്റ്റഡീൻ്റെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരം വേരിയബിൾസിനെയാണ് എക്സ്ട്രോണസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മൂഡ്, ഒരു റെസ്പോണ്ടൻറ്റിൻ്റെ മൂഡ്. ഇപ്പോൾ റെസ്പോണ്ടൻറ്റിൻ്റെ മൂഡ് ശരിയല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അയാളുടെ ഒരു മെൻ്റൽ ഹെൽത്ത് അല്ലേ, നമുക്ക് അതിനെ അങ്ങനെ പറയാം, ഇമോഷണൽ സ്റ്റേറ്റ് എന്നൊക്കെ പറയാം. നമ്മളുടെ മൂഡിനെ ഇമോഷണൽ സ്റ്റേറ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ അയാളുടെ ഇമോഷണൽ സ്റ്റേറ്റ്,
അല്ലെങ്കിൽ അയാളുടെ മെൻ്റൽ ഹെൽത്ത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അയാൾ നമുക്ക് തരുന്ന റെസ്പോൺസ് എന്തായിരിക്കും? അതുപോലെ തന്നെ ആയിരിക്കും, ഒരു ജീവനില്ലാത്ത റെസ്പോൺസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു റെസ്പോൺസ് ആയിരിക്കില്ല. അപ്പോൾ അയാളുടെ റെസ്പോൺസിനെയും എന്ത് ബാധിക്കും? ഈ അയാളുടെ മൂഡ് ബാധിക്കും. സോ ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഒരു എക്സ്റ്റേണൽ വേരിയബിളായിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ വേറൊരു വേരിയബിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത്, ഫാറ്റിഗ്. നമുക്ക് വേറൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ അല്ല, ഇല്ലായിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അയാളും തന്നെ നമ്മളുടെ റെസ്പോൺസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്തായിട്ടായിരിക്കും? അയാൾക്ക് തീരെ വയ്യാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടൂല, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസ് നമുക്ക് കിട്ടൂല. അതും നമ്മളുടെ സ്റ്റഡീനെ ബാധിക്കും. സോ അത്തരം വേരിയബിൾസിനെയാണ് എന്ത് പറയുന്നത്? എക്സ്റ്റേണൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു മൂഡ്, അതേപോലെ തന്നെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ്, ദെൻ ഹെൽത്ത്, ഫാറ്റിക്. ഇതൊക്കെ നമുക്ക് ഒരു എക്സ്റ്റേണൽ വേരിയബിളിന് എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ, സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് വേരിയബിൾസ്, ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് വേരിയബിൾസ്. ഇത് കൂടാതെ ഡിഫറെൻറ്റ് വേരിയബിൾസ് വേറെ ഉണ്ട്, പക്ഷേ ഇതിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളത് 5 ടൈപ്പ് വേരിയബിളാണ്: ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഇൻ്റർവെനിങ് വേരിയബിൾ, മോഡറേറ്റിംഗ് വേരിയബിൾ ആൻഡ് എക്സ്റ്റേണൽ വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേരിയബിൾസിനെ കുറിച്ചിട്ടുള്ള വേരിയബിൾ എന്താണ്, അത് ഏതൊക്കെ ടൈപ്പ് വേരിയബിൾ ഉണ്ട്, ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, എക്സാമിന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഒഫീഷ്യൽ ഇമെയിൽ ID ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെയിൽ ചെയ്താൽ മതി. അതിലൂടെ ഞാൻ ഡൗട്ട്സൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.